ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റോസ് ഫ്ലവറിൻ്റെ തന്നെ വേറൊരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫിനിക്സ് പേപ്പറിലാണ് നമ്മൾ ചെയ്യുന്നത്. 10 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള 8 സ്ക്വയർ പീസ് പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് കൂടാതെ ഒരു 3-4 സെൻറ്റിമീറ്ററിലുള്ള ചെറിയൊരു സ്ക്വയർ പീസും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത വലിയ പീസിനെ ഇതുപോലെ മടക്കുക 2 സൈഡിൽ നിന്നും. അതിനുശേഷം നടുക്കൂടെ ഒന്ന് മടക്കിയിട്ട് ഒരു പഞ്ചഭുജ ആകൃതി ആക്കുക. മടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. നമ്മുടെ നഖം കൊണ്ട് നന്നായിട്ട് അമർത്തണം, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ചുരുട്ടി കൊടുക്കണം. കൈ കൊണ്ട് ചുരുട്ടിയിട്ട് ശരിയായില്ലെങ്കിൽ ഒരു ഈർക്കിളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഒരു മെത്തേഡിൽ ഈർക്കിളി എടുത്ത് നമ്മൾ ചുരുട്ടി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലത് വേണ്ട, ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ട് ആ കൂർത്തിക്കണ ഭാഗം കൂടെ ഒന്ന് പിരിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ 8 പീസിനെയും ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സിംഗിൾ പേപ്പർ ഉണ്ടല്ലോ, 3 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ടുള്ള പേപ്പർ എടുക്കുക. അതിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു വേസ്റ്റ് പേപ്പറിനോട് ചെറിയൊരു ബോൾ ഉണ്ടാക്കിയിട്ട് ഈ യെല്ലോ പേപ്പറിൽ കവർ ചെയ്യുക. ഇതിന് നമ്മളൊരു കമ്പിയിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പിലേക്കോ അറ്റാച്ച് ചെയ്തെടുക്കണം. കമ്പിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് വേണം വെക്കാൻ. ഇപ്പം നമ്മൾ ഈ കവർ ചെയ്തെടുത്ത ബോളാണ് ഇതിൻ്റെ ബേസ്. ഇതിലാണ് ഇനി മറ്റേ ഇതളുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളത്. ഇപ്പം കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടണം, അല്ലെങ്കിൽ ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. ഇനി ഓരോ ഇതളും ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇതൾ വെക്കുമ്പോൾ ഈ ബോളിനെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇതുപോലെ വെച്ച ശേഷം നന്നായിട്ട് കെട്ടി കൊടുക്കാൻ വേണം. ഓരോ ഇതൾ വെച്ചിട്ടും അതിൻ്റെ ശേഷം നന്നായിട്ട് കെട്ടി കൊടുക്കണം. ഇനി രണ്ടാമത്തെ ഇതൾ വെക്കുമ്പോൾ ഫസ്റ്റ് ഇതൾ വെച്ചതിൻ്റെ കുറച്ച് മാറിയിട്ട് വേണം വെക്കാൻ. അതായത് ഒരു ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ആ അവസാനിക്കുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് മുന്നിൽ വെക്കുക ഓരോ ഇതളും. ഇനി മൂന്നാമത്തെ ഇതൾ വെക്കുമ്പോഴും ഇതുപോലെ ചെയ്യുക. അങ്ങനെ എല്ലാ ഇതളും ഇതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം നമ്മൾ ഓരോ ഇതൾ വെക്കുമ്പോഴും ഇങ്ങനെ കെട്ടിക്കൊടുത്താലും ലാസ്റ്റ് ഫ്ലവർ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നോക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെ ചാടിപ്പോരുമോ എന്നൊരു തോന്നലുണ്ടാവും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അവിടെ സെക്യൂറായിട്ട് നിന്നോളും. ഇനി ഫ്ലവറിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സെപ്പൽസ് കട്ട് ചെയ്തെടുക്കണം. അതിന് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് നന്നായിട്ട് അറ്റം കൂർപ്പിച്ച് കട്ട് ചെയ്തെടുക്കുക. വീതി കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം നന്നായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുക്കുക, ഒന്ന് പിരിച്ചു കൊടുക്കുക. കാരണം റോസ് ഫ്ലവറിൻ്റെ സെപ്പൽസൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ അറ്റം നന്നായിട്ട് കൂർത്തിട്ടാവും. അങ്ങനെ അതിന് ശേഷം പശ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത്. ഇനി കട്ട് ചെയ്ത് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഫെവിക്കോളിൽ ചെയ്യുന്നതാണ് ആവും നല്ലത്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒട്ടിക്കിട്ടും. ഇതും കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി. ഇനി ലീഫാണ്. ലീഫ് നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ റോസ് ഫ്ലവറിനെ പോലത്തെ കോമ്പൗണ്ട് ലീഫാണ് ചെയ്യുന്നത്. അപ്പം സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഒന്ന് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിലൊക്കെ മതി. ഇനി അധികം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക, അതിൽ കൂടണ്ട. ഇതുപോലെ സിമ്പിളായിട്ടുള്ള 3 ലീഫ് കട്ട് ചെയ്തെടുക്കുക. ലീഫ് കട്ട് ചെയ്ത ശേഷം
നമുക്ക് റോസ് ഫ്ലവറിൻ്റെ ലീഫിൻ്റെ അറ്റത്തുള്ള ജസ്റ്റ് ഒരു കട്ടിങ്ങും കൂടെ അതിന് വരുത്തണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ കത്രിക ഉണ്ടാവും, അതെടുക്കുക. അതെടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ അറ്റം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെ സിഗ്സാഗ് മാതിരി കട്ട് ചെയ്തിട്ട് കിട്ടും. ലീഫിൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ അറ്റം നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് പശ തേച്ച് കൊടുക്കുക. അതിന് ശേഷം കമ്പിയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നീളം കൂടുതലുണ്ടായാൽ കമ്പിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പം നല്ല എളുപ്പമായിരിക്കും. ഈ 3 ലീഫും ഇതുപോലെ ഓരോരോ കമ്പിയിലേക്ക് അറ്റാച്ച് ചെയ്ത ശേഷം 3നെയും കൂടെ നമ്മൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ലീഫാക്കി മാറ്റുകയാണ്. ലീഫൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നേരത്തെ ചെയ്ത റോസ് ഫ്ലവറിൽ നിന്ന് കുറച്ചൊരു മാറ്റേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ നല്ല ഫേമസ് ആയിക്കുന്ന ടൈമാണ്. അപ്പം ഒരു ബോട്ടിലൊക്കെ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെക്കാൻ പറ്റിയ ഫ്ലവറാണ്. 3 4 ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.